കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 15-ാം അധ്യായം അതിൻ്റെ 18 നാം കാണുന്നു. സുബോധം വന്നിട്ട് പശ്ചാത്തപിക്കുകയും ഉറച്ചൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്ന ഒരു മകനെ നാം കാണുന്നു. എന്താണ് അവൻ പറയുന്നത്? അതെ, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട് പറയും, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി എന്നാണ് നാം കാണുന്നത്. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അപ്പോൾ അവൻ പറയാണ്, ആ മകൻ അപ്പനോട് പറയാണ്, അപ്പോൾ ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ അവനെ ചേർത്ത് പിടിച്ചു. നഷ്ടപ്പെട്ട തൻ്റെ മകനെ തിരികെ കിട്ടിയ സന്തോഷം അലതല്ലുന്നതായിരുന്നു. അത് ഈ നഷ്ടപ്പെട്ട മകനെ പിതാവിന് തിരിച്ചു കിട്ടുന്നു. ആ മകനാണെങ്കിൽ നഷ്ടപ്പെടുത്തിയത് കാര്യങ്ങളൊക്കെയും അവിടെ തിരിച്ചു കിട്ടിയാണ്. നഷ്ടപ്പെടുത്തിയ തൻ്റെ പിതാവിനെ, ആ ഭവനത്തെ, ആ സഹോദരങ്ങളെയൊക്കെയും അവന് തിരിച്ചു കിട്ടുന്നു. അപ്പൻ അവനെ ചേർത്ത് പിടിച്ച് അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു. വലിയ സന്തോഷമാണ് അവർ അനുഭവിക്കുന്നത്. തനിക്ക് വരേണ്ടുന്ന വസ്തുവിൽ സകലവും പിതാവിനോട് ചോദിച്ചു വാങ്ങി സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായ ഇളയ മകൻ, അവൻ ആ പണവുമായിട്ട് ചെന്ന് പല ദുർനടപ്പിലും ജീവിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആ വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എന്നാൽ ആ ദേശത്ത് കഠിനക്ഷാമം വന്നപ്പോൾ അവൻ ഒരു വ്യക്തിയിൽ ആശ്രയിക്കുന്നു. പന്നികളെ മേയ്ക്കുന്ന ജോലിക്കായിട്ട് ഒരു വ്യക്തിയിൽ ആശ്രയിക്കുകയാണ്. പന്നികളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പന്നി കഴിക്കുന്ന ഭക്ഷണം അവൻ തിന്നാൻ ആഗ്രഹിച്ചു. അതുപോലും അവന് ലഭിച്ചില്ല എന്ന് കാണുന്നു. അങ്ങനെ അവൻ ആകെ തകർന്നിരിക്കുമ്പോഴാണ് തനിക്ക് സ്വബോധം വന്നിട്ട് തൻ്റെ പിതാവിനെയും സ്നേഹനിധിയായ പിതാവിനെയും സഹോദരങ്ങളെയും തൻ്റെ ആ ഭവനത്തെയും അവൻ ഓർത്തു. അതെ, നമുക്ക് ഈ ലൂക്കോസ് 15-ാം അധ്യായത്തിൽ ഒരു പിതാവിൻ്റെ സ്നേഹം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സുബോധം വന്നിട്ട് അവൻ തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു രംഗമാണ് നാം അവിടെ കാണുന്നത്. അതെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്നാണ് വചനം പറയുന്നത്. നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നിസ്തുല്യമാണ്. നമുക്ക് മാതാവും പിതാവുമാണ് നമ്മുടെ കർത്താവ്. ഭാരമുള്ളിൽ നേരിടുന്ന സമയത്ത്, സന്താപത്തിലും ദുഃഖത്തിലും കഷ്ടത്തിലും സങ്കടത്തിലും ഇരുട്ടിൽ തപ്പിത്തടയുമ്പോഴും ആശ്രയിപ്പാൻ മതിയായ ദൈവം യേശു കർത്താവ് മാത്രമാണ്. നമ്മളെന്നും പാടുന്ന ആ ഗാനം നമുക്ക് വളരെ ആശ്വാസം നൽകട്ടെ. അത് നാം പാടി സ്തുതിക്കുന്ന പാട്ടുണ്ടല്ലോ, എന്നും നല്ലവൻ യേശു എന്ന് നമുക്ക് പാടാം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്ത്
തായുണ്ടു താൻ എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. വിശ്വസിക്കുവാനുമെൻ ആശ വെച്ചിടാനുമീ, വിശ്വസിക്കുവാനുമെൻ ആശ വെച്ചിടാനുമീ, വിശ്വമതിലാശ്വസിക്കാൻ ആശ്രയവും യേശുവാ, വിശ്വമതിലാശ്വസിക്കാൻ ആശ്രയവും യേശുവാം. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നത്തെ നമ്മുടെ വാക്യം എബ്രായർ 13:8. യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ തന്നെ. എബ്രായർ 13:8. God bless you.